ഗൈസ് ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. ഗൈസ് ഇതേ നിൽക്കുന്നുണ്ടോ സിഗ്നലൊക്കെ ഒബേ ചെയ്തിട്ടാണ്. അടിപൊളി. അമ്മച്ചി ആടി ആടി കിളി പോകും മിക്കവാറും. നമ്മളിപ്പോൾ ഷിപ്പിന് അടുത്ത് കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ തേയുടെ അവിടെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പാസ്ത ഉണ്ട്, കുറച്ച് ബീൻസ്, ഞാൻ പിന്നെ 2 തക്കാളി, കുറച്ച് കെച്ചപ്പ് എടുത്തു. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുള്ളൂ, കാരണം 12 മണിക്കാണ് ചെക്ക് ഔട്ട്. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ ചെക്ക് ഔട്ടായി. നമ്മൾ രാത്രി 10 മണി വരെ ഇങ്ങനെ കറങ്ങിടക്കലായിരിക്കും കേട്ടോ, ലഗേജുമായിട്ട്. പിന്നെ ഇവിടെ തണുപ്പില്ലാത്തതുകൊണ്ട് കൊള്ളാം, വെറുതെ ജാക്കറ്റ് ഇട്ടേക്കുന്നതേ ഉള്ളൂ, സ്ഥലമില്ല ബാഗ് വെക്കാനായിട്ട്. പള്ളി തന്നെയാണ്, അത് വലിയൊരു പള്ളിയാട്ടോ, ടോപ്പ് ഉണ്ട്. ഇതിന്റെ മുകളിൽ കയറുവാണെങ്കിൽ എസ്റ്റോണിയ മൊത്തം കാണാൻ പറ്റും കേട്ടോ. എസ്റ്റോണിയ മൊത്തം അല്ല, എന്നാലും എന്തുവാ ഇവിടെ വന്ന് നിൽക്കാം. പക്ഷെ മേളിൽ നല്ല തണുപ്പായിരിക്കും അല്ലേ മിക്കവാറും. ഞാൻ നടന്നു തന്നെ വഴിക്ക് എനിക്കൊന്ന് വാഷ്റൂമിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിവിടെ വാഷ്റൂമിൽ കയറിയതാണ്. പക്ഷെ നല്ല വാഷ്റൂമാണ്, 20 സെൻറ്റാണ്. പക്ഷെ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ മാത്രം മതി, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, അത് തന്നെ വാഷ് ചെയ്തോളും. ഗൈസ് ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാവേ. ഇത് പോണ സാധനം കണ്ടോ, ഇത് റോബോട്ടാണ് കേട്ടോ. ഇത് ഫുഡ് ഡെലിവറി അങ്ങനെ എന്തോ സെറ്റപ്പാണ്, കറക്റ്റ് എന്താണെന്ന് അറിയില്ല. സോ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി കഴിവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സെൻസർ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് സെൻസ് ചെയ്ത് അത് സ്റ്റോപ്പ് ആവും. ഇപ്പോൾ പുറകിൽ നിന്നാലും അത് സ്റ്റോപ്പ് ആവും, സൈഡിൽ നിന്നാലും സ്റ്റോപ്പ് ആവും. ഞാനിപ്പോൾ പോയി പരീക്ഷിച്ചിട്ട് വന്നതാണ് കേട്ടോ. കണ്ടപ്പോഴത്തേക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി, ഞാൻ നമ്മുടെ അവിടെ ഒന്നും ഒരു സാധനം കണ്ടിട്ടില്ല. സോ അങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പതുക്കെ പോകുള്ളൂ. ഇതൊക്കെ പോണ വണ്ടിയില്ലേ, അത് ട്രാഫിക്കിലൊക്കെ വരുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സെൻസർ ചെയ്ത് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മളൊരാൾ ഫ്രണ്ടിൽ പോയി നിന്നാലും അത് സ്റ്റോപ്പായിട്ട് ഡൈവേർട്ട് ചെയ്ത് അപ്പുറത്തെ വഴിയൊക്കെ പോവുകയാണ്. ഗൈസ് ഇതേ നിൽക്കുന്നുണ്ടോ സിഗ്നലൊക്കെ ഒബേ ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ തന്നെ. അതിപ്പോൾ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വരും, ഞാൻ കാണിച്ചു തരാം. ഇതേ പച്ച കത്തി, അവിടെ പച്ച കത്തിയപ്പോഴത്തേക്കും അതേ വരുന്നു. അവിടെ വളഞ്ഞു പോകും. ഇനി അവിടെ എത്തുമ്പോൾ അത് വളഞ്ഞു പോകും. കണ്ട അടിപൊളിയല്ലേ, ഫുഡ് ഡെലിവറി തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്ന് നോക്കിയായിരുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ ഈ പുറകെ കാണുന്നത് ഒരു കോട്ടയാണെന്ന് തോന്നുന്നു, മ്യൂസിയം ആണ്. മാരിടൈം മ്യൂസിയം. എൻ്റെ വലുതാണല്ലേ സ്ട്രക്ചറൊക്കെ, ഇത്രയും ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ KFC കഴിച്ചു, പക്ഷേ ഇന്നലത്തെ KFC വലിയ ഗുണമില്ലായിരുന്നല്ലേ, ഭയങ്കര ഡിലേ ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്, പക്ഷേ ആംബിയൻസ് ഒക്കെ കൊള്ളാമല്ലേ. വിത്ത് ഹിന്ദി പാട്ട് കോപ്പിറൈറ്റ് ഇട്ടാൽ വളരെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ അത് എടുക്കുന്നില്ല കട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു നാനും ഫ്രൈഡ് റൈസും ചിക്കനും എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇവിടെ ആക്ച്വലി മാരിടൈം മ്യൂസിയം, മറ്റേ മറൈൻ മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നല്ല കാലം എന്ന് വെച്ചാൽ അതൊക്കെ അടച്ചിട്ടേക്കാണ്. മൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ, എല്ലാം ക്ലോസ്ഡ്, എല്ലാം നാളെ തുറക്കും. ഗൈസ് ബാക്കിലൊരു ഷോപ്പുണ്ട്, ആ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ആ ചേട്ടൻ എനിക്ക് ഹായ് ഒക്കെ തന്നു. അപ്പോൾ ഹായ് തന്നു, കുറച്ച് ആൽമണ്ട് തന്നു. അപ്പോൾ നമ്മൾ അവരുടെ ഷോപ്പിലോട്ടൊന്ന് ജസ്റ്റ് കയറി നോക്കുവാണ്. അവർ ഷോപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ട് മറ്റേ സ്പൈസസ് ഒക്കെ കൊണ്ടുപോയിട്ട് അവര് ഇവിടെ മിക്സ് ചെയ്തിട്ട് ഒരു നൈസ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെ നല്ല അടിപൊളി മനുഷ്യൻ. ഗൈസ് നമ്മളിപ്പോൾ എസ്റ്റോണിയയിൽ ഒരു ഷോപ്പിൽ നേരത്തെ പറഞ്ഞില്ല, ആ ഷോപ്പിൽ കയറിയൊക്കെയാണ്. അപ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ സോന ഉണ്ടല്ലോ അതിൽ യൂസ് ചെയ്യുന്ന സോപ്പാണ്. കാരണം സോന ഉള്ളപ്പോഴത്തേക്കും നമുക്ക് ഹാങ് ഇത് വെക്കാനുള്ള സ്പേസ് ഒന്നും കാണില്ല. അപ്പോൾ ജസ്റ്റ് ഹാങ് ചെയ്തിടാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ബാക്കിലൊക്കെ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സ്പൈസസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, എല്ലാം ഉണ്ട്. ഇത് കാൻഡി സ്റ്റാൻഡി കുപ്പികൾ, ഗൈസ് അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ ചോക്കോലാല മ്യൂസിയത്താണ് കേട്ടോ. അതിനകത്ത് എന്തോ സ്കൾപ്ചറൊക്കെ ഉണ്ടെന്നാണ് വെബ്സൈറ്റിൽ കണ്ടത്. ഇവിടെ അവാർഡ് വിന്നിങ് ആണ് കേട്ടോ, അതേ അവാർഡ്സ് ഒക്കെ കിട്ടിയതുണ്ട് ഇവിടെ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ. എന്നാ മണമെന്നറിയോ ചോക്ലേറ്റിൻ്റെ, ഭയങ്കര മണം. ഡയറി മിൽക്ക് മറ്റേ ആൽമണ്ട് ഇല്ലേ ഫ്രൂട്ടാനൊക്കെ, ഭയങ്കര സ്മെല്ല്. ഇതൊക്കെ ചോക്ലേറ്റ്സാ, ഷേപ്പ് നോക്കി കാർവിങ്. ഇവിടെ
ചോക്കോയിൻ്റെ ചോക്ലേറ്റ് കഴിച്ച് ഉണ്ടാക്കുന്നുണ്ടോ അത് ഓരോ മോൾഡിൽ വെച്ചിട്ട് ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ മോൾഡും മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൊക്കോ ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ട് അവിടെ നാട്ടിൽ കണ്ടിട്ടില്ലേ? എനിക്കറിയില്ല. ചോക്ലേറ്റിന്റെ കവറ് പണ്ടത്തെ. ഇതൊക്കെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർ മനസ്സിലാവും. ഈ കോമൺ ആയിട്ടുള്ള സെൻസില്ല, ഇൻഡിവിജ്വൽ സെൻസ്. ഇതൊക്കെ ഏത് കാറ്റഗറി ചെളിയാണിത്? ഗൈസ് ഇത് 30 കിലോ ചോക്ലേറ്റ് ആണ് കേട്ടോ. 30 കിലോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു ലൈനാണ്. ഗൈസ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സാധനം ഇതാണ്. നല്ല രസമില്ലേ കാണാൻ? ഇവിടെ ഇരിക്കുന്ന മൊത്തം ചോക്ലേറ്റ് ആണ്, പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. ഇതൊക്കെ എത്ര 23 യൂറോയൊക്കെയാണ് വരുന്നത്. ആ ചോക്ലേറ്റ് വലിയ നല്ല സ്മെല്ല് കിട്ടാൻ കാരണം ഇതാ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ചേച്ചി ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനം, അത് ഇതാണ് കേട്ടോ. ആ മഞ്ഞ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ചുറ്റിപ്പൂടി നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവിടെ നമുക്ക് 2 ചോക്ലേറ്റ് കണ്ടിട്ടുണ്ട്. ഒരെണ്ണം ഇത് പീനട്ട് ബട്ടറും പിന്നെ ഇവിടുത്തെ ചാവിൻ്റെ കോഫിയും അത് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സ്പ്ലിറ്റായിട്ട് അഭിപ്രായം നമ്മളത്തേക്ക് 2 കഴിച്ചോളാം പറഞ്ഞ എടുത്ത് തന്നെ. ഇത് അടിപൊളി കേട്ടോ, കോഫി അടിപൊളി, ഒന്നും പറയില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റും കോഫിയുടെ ആ ഒരു ടേസ്റ്റും കൂടി ആയിട്ട് അവിടെ വായിന്ന് വെള്ളം എന്നുണ്ട് നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട്? റമ്മാണോ നോക്കിയത്? എനിക്ക് കോഫി ഒക്കെ കിട്ടിയോ? ടേസ്റ്റ് അല്ലേ? അത് തീർക്കല്ലേ നിന്റെ പീനട്ട് എടുത്തോ. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഫുട്ബോളുണ്ട്, ബാസ്കറ്റ് ബോളുണ്ട്, പിന്നെ വെറൈറ്റി സാധനങ്ങൾ മൊത്തം ഉണ്ട്. പക്ഷേ ആരെങ്കിലും വരുവാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്തു, അടിപൊളി സാധനമാണ്. ഇവിടെ ചുറ്റിനും പള്ളികളാണ്. ഇത് അടുത്ത പള്ളി. ഇവിടുത്തെ എല്ലാ പള്ളിക്കും ഭയങ്കര ഹൈറ്റാണ് കണ്ടോ. മേളിലാണ് കുരിശ്. മേളിൽ കയറണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ എൻട്രൻസ് ഫ്രീ ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മളിവിടെ ജസ്റ്റ് റെസ്റ്റിങ്ങിലാണ് വിത്ത് ഗോൾഡൻ മോൺസ്റ്റർ. ഫുള്ള് സ്വർണ്ണമാണ് അതിനകത്ത് അല്ലേ. ഇവിടെ പലതരത്തിലുള്ള മോൺസ്റ്റർ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ ടൈപ്പ് ഓഫ് മോൺസ്റ്ററും ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പിക്കാകുന്ന അങ്ങനെ എന്തോ ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ആ ഒരു വലിയ കെട്ടിടങ്ങളാണ് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് കേട്ടോ. അത് ഇവിടെ നിന്ന് ദങ്ങ് വരെ ഉണ്ട്. ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഓൾഡ് ടൗണിലോട്ട് കയറാനുള്ള വൺ ഓഫ് ദ എൻട്രൻസ് ആണ് കേട്ടോ. പണ്ടത്തെ രീതിയിലുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണിത് മൊത്തം. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒടുക്കത്തെ പൊക്കമല്ല, നല്ല ഹൈറ്റാണ് ഇവിടുത്തെ ബിൽഡിങ്സും ചർച്ചും. അതേ ഒരു മോസ്കാണല്ലോ, മോസ്ക് പോലത്തെ ഒരു ചർച്ച് ഇവിടെ വേണ്ടേ. ഇവിടുത്തെ പള്ളിയുടെ കുരിശൊക്കെ ഒന്നെങ്കിൽ ചരിഞ്ഞ കുരിശായിരിക്കും, പിന്നെ ആ കുരിശിൻ്റെ മണ്ടയിൽ ഒരു വരയും കൂടെ ഉണ്ട്. അത് വേറെ എന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റി. നമ്മുടെ ലാറ്റിൻ കത്തോലിക്കലൊക്കെ ഒരു കുരിശേ ഉള്ളൂ, അല്ല കുരിശിൽ ഒരു ക്രോസേ ഉള്ളൂ. ഇത് കണ്ടോ, അതെ മേളിൽ 2 ഇത് വരുന്നുണ്ട്, ക്രോസ് പോലെ 2 കുരിശ് വന്നിട്ട്. ഞാൻ നേരത്തെ കാണിച്ചെന്ന വഴിയുടെ ഒരു ഇപ്പുറത്തെ സൈഡുള്ളതാണ് കേട്ടോ. ഇത് കോട്ട പോലെ ജസ്റ്റ് മതിലും ഇതൊക്കെ വെച്ചിട്ട് പള്ളിയിൽ മണി അടിച്ചിരിക്കുന്നു, അന്തപള്ളിയിൽ. ഗൈസ് ഇപ്പോൾ നമ്മൾ കിങ് ഓഫ് ഡെൻമാർക്ക് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ചെറിയ ഗാർഡൻ ഉണ്ട്. ഇവിടെ ഒരു 3 മോങ്കിൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അത് 3 എന്ന് വെച്ചാൽ ഇതൊരെണ്ണം ഈ വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗെന്ന് പ്രതിഫലിപ്പിക്കുന്ന, അങ്ങനെ വെയിറ്റിംഗ് ആണ് അതിൻ്റെ മീനിങ്. ഇതെന്ന് പറയുകയാണെങ്കിൽ ഒബ്സർവിങ് ആണ് കേട്ടോ. മേളിൽ നിന്ന് താഴെയുള്ളവരെയൊക്കെ ഒബ്സർവ് ചെയ്യും. ഇതെന്ന് വെച്ചാൽ ഇവിടെ ഇത് പ്രേയിങ് ആണ് കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം, നമ്മുടെ ബീച്ച് കാണാനായിട്ട്. ഗൈസ് അങ്ങനെ ഞങ്ങൾ നടന്ന് മറ്റേ ക്രൂസ് ടെർമിനൽ വന്നിട്ടുണ്ട്. അവിടെ ഷിപ്പ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കടലിൻ്റെ ഏതോ ഒരു സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറേ നടന്ന് എന്തായാലും. ഞാൻ കിടക്കുന്നത് ഹെൽസിങ്കി എന്ന് പറഞ്ഞ ഷിപ്പാണ്, ഫിൻലാൻഡിൽ നിന്ന്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫിൻലാൻഡ് എന്ന്. നമ്മളിവിടുത്തെ വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നല്ല വൃത്തിയും നല്ല രസമുണ്ട് കാണാനായിട്ട്. വെയിലുണ്ടെങ്കിലും വലിയ പവർഫുൾ ആയിട്ടുള്ള സൂര്യനല്ല ഇവിടെ ഇപ്പം. ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ് കേട്ടോ. പക്ഷേ പ്രായം ഒരു പ്രശ്നമല്ലല്ലോ. ഇവിടെ എല്ലാവരും ഒന്ന് നടന്നു. അമ്മച്ചി ആടി കിളി പോകും മിക്കവാറും.
ആ ഷിപ്പിന് അടുത്ത് കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എത്തും. ഗൈസ് അങ്ങനെ നമ്മൾ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് റിഗയിലെത്തി കേട്ടോ. അവിടെ നിന്ന് നേരത്തെ 2:45 എത്തേണ്ടതാണ്, 2 മണിക്ക് എത്തി. ഷിപ്പ് കാണാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബസ് കയറി പിന്നെ നേരെ കിടന്ന് ഉറക്കമായിരുന്നു. നല്ല ക്ഷീണമായി കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല കഫക്കെട്ടും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത എന്തെങ്കിലും വീഡിയോ കാണുന്നവരെ ബൈ ബൈ, അഡിയോസ്, ഗുഡ് നൈറ്റ്.